നമസ്തേ, തത്തുമൈ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല അരവണ നിർമ്മാണത്തിന് ഉപയോഗിച്ച നെയ്യുമായി ബന്ധപ്പെട്ട തട്ടിപ്പാരോപണങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയാണ്. ഈ വിഷയത്തിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല തരത്തിലുള്ള വെട്ടിപ്പുകളും തട്ടിപ്പുകളുമാണ് ഭക്തജനങ്ങളുടെ മനസ്സിലും എല്ലാ ആളുകളും അങ്ങനെയാണ് അതിനെ കണ്ടുവരുന്നത്. അപ്പോഴാണ് പുതിയ ഒരു ആരോപണവും ഇപ്പോൾ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെ പുറത്തു വന്നിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അപ്പവും അരവണയും. ശബരിമല ചെല്ലുന്ന ഒരു ഭക്തൻ അപ്പമോ അരവണയോ വാങ്ങാതെ അവിടെ പോരില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ അത് ശുദ്ധമാണ്, അതിനകത്ത് മായമില്ല എന്നുള്ള ഒരു വിശ്വാസം ഭൂരിപക്ഷ വിഭാഗത്തിലെ ഭക്തജനങ്ങൾ അതാണ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ അതിഭയങ്കരമായ ഒരു വിശ്വാസ വഞ്ചനയോടൊപ്പം തന്നെയുള്ള ഒരു തട്ടിപ്പ് അരങ്ങേറിയതായിട്ട് മാധ്യമങ്ങളിലും ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയ്ക്കും അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അപ്പവും അരവണയും ഉണ്ടാക്കുന്നതിന് ഭക്തജനങ്ങൾ വളരെയധികം നെയ്യാണ് നെയ്ത്തേങ്ങ മുഖേനയും ശബരിമലയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് വരെ കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത രീതിയിൽ ആ നെയ്യ് അശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പത്തിനും അരവണയ്ക്കും എടുക്കാതെ പുതിയ ഓർഡർ ഉണ്ടാക്കിക്കൊണ്ട് പുറത്തുനിന്ന് നെയ്യ് വാങ്ങുന്ന ഒരു ഗതികേടിൽ വരെ ശബരിമലയുമായി ഉള്ള ഉത്സവം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്ന് നമ്മളതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും വിശ്വാസമുള്ള ഒരു സർക്കാർ സ്ഥാപനമാണ് മിൽമ എന്ന് പറയുന്നത്. ആ മിൽമയുടെ പാലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശുദ്ധമായ പാല് എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നെയ്യുടെ ആവശ്യം വന്നപ്പോൾ മറ്റുള്ള സംസ്ഥാനത്തു നിന്ന് വരുന്ന നെയ്ക്കൊക്കെ മായമുണ്ട് എന്നുള്ള ആ ഒരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് വിശ്വാസ്യതയുള്ള കേരളത്തിൻ്റെ തനതായ മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങുവാനായിട്ടുള്ള ഓർഡർ ദേവസ്വം ബോർഡ് നൽകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭക്തനെ സംബന്ധിച്ച് വിശ്വാസത്തിൻ്റെ ഭാഗവും കൂടിയാണ്. കാരണം അത്ര കൃത്രിമമില്ലാത്ത വസ്തുക്കൾ ലഭിക്കും എന്ന് മിൽമയോടുള്ള ഒരു ധാരണ ഇവിടെ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. കാരണം മിൽമയിൽ നിന്ന് വാങ്ങിയ അല്ലെങ്കിൽ തിരുവനന്തപുരം മിൽമയിൽ നിന്ന് ശബരിമലയിലേക്ക് കൊണ്ടുവന്ന നെയ്യ് ഇടയ്ക്ക് എവിടെയോ നഷ്ടപ്പെട്ടതായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം പൊതുമേഖലാ സ്ഥാപനത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഗൗരവമുള്ള വാർത്തയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനെതിരെ ആരും പ്രതികരിച്ച് കാണുന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ഈ തട്ടിപ്പിൻ്റെ മുഖം ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം എന്താ എന്ന് വെച്ചാൽ അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അത് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മിൽമ അത്ര ശുദ്ധമായ സാധനം കൊടുക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ മനസ്സിൽ ഇരിക്കുമ്പോഴാണ് മിൽമയിൽ കൂടി വന്ന നെയ്ക്കകത്തും മറ്റുള്ള സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്ന വ്യാജ നെയ്യെ ശബരിമല എത്തിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അപ്പവും അരവണയും അവൻ്റെ ഹൃദയത്തിലെ ദേവാലയം പോലെ സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ്. അതിനകത്ത് തട്ടിപ്പ് നടക്കുമ്പോൾ ഇത് കഴിക്കുന്ന ഒരു ഉൽപ്പന്നമാകുമ്പോൾ അതിനകത്ത് വ്യാജം ചേർത്തുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ വക്രിക്കുക, വഞ്ചിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു വിഷയമാണ്. ഇതിൻ്റെ പിന്നിലെ എത്ര ഉന്നതന്മാരാണ് പ്രവർത്തിച്ചാലും അന്വേഷണം നടത്തി അത് കണ്ടെത്തുകയും ഇത്രയും വലിയ ഗൗരവമായ ഈ വിഷയത്തെ അതേ കണ്ണുകളോടുകൂടി കണ്ടുകൊണ്ട് വേണ്ടി വന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും അതിനകത്ത് ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ അവരും ഇതിനകത്ത് ഒരു പൊതു താല്പര്യ ഹർജി എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തെ എടുത്തുകൊണ്ട്
അന്വേഷണം നടത്തി എത്ര വലിയ വമ്പന്മാരായാലും ഈ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരേണ്ട ഒരു ബാധ്യത ദേവസ്വം ബോർഡിനുമുണ്ട്, സർക്കാരിനുമുണ്ട്, അത് മിൽമയ്ക്കുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കോടാനുകോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ജനങ്ങളെയാണ്, ഭക്തരെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ മിൽമയുടെ, തനതായ മിൽമയുടെ അതിൻ്റെ ക്വാളിറ്റിയെയാണ് നമ്മൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. അത്ര ശുദ്ധമായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ പോലും വക്രതയുടെ, വഞ്ചനയുടെ ഭാഗത്താക്കി ജനങ്ങളെ വഞ്ചിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ശബരിമല ഉണ്ടായിട്ടുള്ള കൊള്ളയെ സംബന്ധിച്ച് നമുക്കറിയാം. ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ്, കഴിഞ്ഞ പ്രാവശ്യമുള്ള പ്രസിഡന്റ് വരെ ഇപ്പോൾ അഴിയെണ്ണുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. 3 ടേമായിട്ടുള്ള പ്രസിഡന്റുമാരെല്ലാം അകത്ത് കിടന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഭക്തജനങ്ങൾക്ക് വേണ്ടി ധന സമർപ്പണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച 3 പ്രസിഡന്റുമാർ ഇന്ന് കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ മിൽമയുടെ തട്ടിപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മനുഷ്യനെ കൊല്ലുന്നതിലും അല്ലെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥം കൊടുത്ത് അവൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്നതിനകത്തും ഇത്ര കൊടും ക്രൂരതയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് അപലപിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇവിടുത്തെ ഒരു ഭക്ത സംഘടനകൾക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവർക്ക് വിഷയമല്ല എന്ന് കാണുമ്പോഴാണ് സങ്കടം ഉണ്ടാകുന്നത്. നമ്മളിതിനെ 100% അപലപിക്കുന്നു. ഇത് പ്രതിഷേധാർഹമാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി എത്ര വലിയ വമ്പന്മാരായാലും ആ കുറ്റം, അത് സത്യത്തിൽ ആ ആളുകൾക്കെതിരെ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള എല്ലാ തട്ടിപ്പുകളെ സംബന്ധിച്ച് ഇപ്പോൾ SIT ഉൾപ്പെടെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവന്ന് ഇത്രയും ശുദ്ധമായ രീതിയിൽ വരുമ്പോൾ സമൂലമുള്ള എല്ലാ കൊള്ളകളും അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരികയും അതുമായി നടന്നിട്ടുള്ള എല്ലാ കരാറുകളെ സംബന്ധിച്ചും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ സംജാതമായിട്ടുണ്ട് എന്ന് ഈ നെയ്ക്കൊള്ളയുടെ ആയപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെയാണ് ഇവിടെ വഞ്ചിച്ചത്. ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയുമാണ് വഞ്ചിച്ചത്. ആ ഒരു വലിയ പ്രസ്ഥാനത്തെയാണ് ഈ അവസരത്തിൽ വഞ്ചിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 450 കോടി രൂപ, ഇപ്പോൾ പുതിയൊരു കണക്ക് വന്നിട്ട് 450 കോടി രൂപയുടെ വികസനം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണമെന്ന് മന്ത്രിയുടെ യോഗത്തിൽ തീരുമാനമായി. അതിന് ദേവസ്വം ബോർഡ് തന്നെ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ഗവൺമെന്റ് തലത്തിൽ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ വികസനം വരുന്ന സമയത്തും ഇതിനെ കൈവിട്ട് കളിക്കാതെ ഈ വികസനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നവർ ഇക്കാര്യത്തിൽ സുതാര്യതയുണ്ട് എന്ന് ഉറപ്പുവരത്തക്ക രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ നമുക്കറിയാം, ഇതൊരു കറവപ്പശുക്കളെ പോണക്കുള്ള ഒരു ആദായം കിട്ടുന്ന ഒരു വ്യവസ്ഥയായിട്ട് ശബരിമല മാറും എന്നുള്ളതിന് സംശയം വേണ്ട. ഇവിടെ ഭക്തജനങ്ങളുടെ വഴിപാട് ഇവിടെ കുറയും. ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലാതെ വരും. അങ്ങനെ വന്നു കഴിയുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തള്ളുന്ന അല്ലെങ്കിൽ താളം തെറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതെല്ലാം ഒരു ദേവസ്വം ബോർഡിനെ പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള തേജോവികാരം എന്താണ് എന്ന് ഭക്തജനങ്ങൾക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇത് അന്വേഷണം നടത്തി ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എങ്കിൽ, ധനത്തിന് മുകളിൽ മറ്റെന്തെങ്കിലും ആശയങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് എങ്കിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ നൽകിയ നെയ്ക്കകത്തൊക്കെ ഏത് രീതിയിലുള്ള വിഷാംശങ്ങളാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അതൊക്കെ നമ്മുടെ ഭക്തജനങ്ങൾക്ക് നൽകേണ്ട ഒരു സ്ഥിതി വന്നു. ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ഇതെല്ലാം അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണം. എത്ര ഉന്നതന്മാരായാലും നടപടിയെടുക്കണം എന്നുള്ളതാണ് തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ അവസരത്തിൽ ഗവൺമെന്റിനോടും ദേവസ്വം ബോർഡിനോടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇതിൻ്റെ ശക്തമായ രീതിയിലുള്ള നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രസാദ് ജി.
ശബരിമലയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയവും ഭക്തരുടെ വിശ്വാസത്തോടും വികാരത്തോടും ചേർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അരവണ നെയ്യുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ആരോപണങ്ങൾ സംബന്ധിച്ച സത്യം എത്രയും വേഗം പുറത്തുവരണമെന്നും കുറ്റക്കാർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അന്വേഷണം കൂടുതൽ ശക്തമാക്കണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളും ആദ്യം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.